ونستهديك ونستغفرك ونتوب إليك ونتوكل عليك ونعوذ بك من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ശ്രമിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ജീവിതത്തിൽ പരമാവധി പരിശുദ്ധി പുലർത്തുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എപ്പോഴും ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, തിന്മകളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ആയിട്ടും ശ്രദ്ധിച്ചിട്ടും ജീവിതത്തിൽ അരുതാത്തത് സംഭവിക്കുകയാണ് എങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാതെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, പാളിച്ചകൾ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസ്മരിക്കുകയും ഓർക്കുകയും അവനെ പേടിക്കുകയും ആ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് അല്ലാഹുവിനോട് കരാറ് ചെയ്യുകയും ചെയ്യുക. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ രണ്ട് നന്മകൾ അധികമായി ചെയ്തുകൊണ്ട് ആ തെറ്റുകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക. ഒരു തിന്മ സംഭവിച്ചാൽ ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയെ മായ്ച്ചു കളയുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. സത്യവിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണത്. ഒരു തിന്മ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയെ മായ്ച്ചു കളയുക. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയായിരുന്നു. ഒരു പോരായ്മ സംഭവിക്കുമ്പോൾ കുറെ നന്മകൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഭിന്നമായി അധികമായി നന്മകൾ ചെയ്തുകൊണ്ട് ആ തിന്മകളെ മറികടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സ്വഭാവം. നമ്മുടെ ജീവിതത്തിലും മനുഷ്യരെന്ന നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന നന്മകളിൽ നിന്ന് കൂടുതൽ നന്മകൾ ചെയ്ത്, അതിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്ത് ആ തിന്മകളെ മറികടക്കുവാനും ആ തിന്മകളെ ഈ നന്മകളുടെ അടിയിൽപ്പെടുത്തുവാനും അതിനെ മായ്ച്ചു മറച്ചു കളയുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക, അവനിൽ നിന്ന് ഒരിക്കലും അകലാതിരിക്കുക, അവന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ഇതൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നത്. സർവശക്തനായ പടച്ച തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, തവ്വാബീങ്ങളുടെ കൂട്ടത്തിൽ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, അധികമധികം തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നന്മ ചെയ്യാനുള്ള സാഹചര്യം
സന്മനസ് പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ പിശാചിന്റെ പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ ദീനിന്റെ നമ്മുടെ ഒക്കെ ശത്രുവായ ശൈത്താന്റെ ദൂഷിത വൃത്തത്തിൽ നിന്ന് വലയത്തിൽ നിന്ന് അർഹമുറാഹിമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ അൽ ഫിർദൗസിൽ ആല അവിടെ എത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് സമീപത്ത് എത്തിപ്പെടുവാൻ സഹാബത്തിന്റെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ കാലാകാലവും അനശ്വരമായ സ്വർഗത്തിൽ, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിൽ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ നശ്വരമായ ഈ ലോകത്തെ ജീവിതം നമുക്ക് ശരിയാണ്, ഇപ്പോൾ വളരെ പ്രധാനമാണ്. നമ്മൾ അതേപ്പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളെല്ലാം അപ്പുറത്തുള്ള, ഒരിക്കലും അവസാനിക്കാത്ത, നമുക്ക് കാലാകാലവും ജീവിക്കാനുള്ള ആ ലോകത്ത് ഏറ്റവും സുന്ദരമായ ജീവിതം നയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് സ്വർഗം. ഇവിടെ നമ്മൾ എത്ര വിചാരിച്ചാലും അങ്ങനെയുള്ള ഒരു സ്വർഗം ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോ ഇവിടെ സ്വർഗം ലഭിക്കാത്ത നമുക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുകയും ആ സ്വർഗത്തിൽ ഈ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ, മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ പടച്ച റബ്ബ് അമല് കൊണ്ട്, ഈമാന് കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ ഇവിടെ ഓതിയ ആയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം, ഒരു പ്രത്യേകത. കാരുണ്യം എന്ന് പറയുന്ന പ്രത്യേകതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായിട്ട് പരിശുദ്ധ ഖുർആൻ ഈ സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത കാരുണ്യം. റസൂലിനെ പറ്റി നമുക്കറിയാമല്ലോ. കാരുണ്യം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, എല്ലാ മനുഷ്യർക്കുമുള്ള കാരുണ്യമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. പ്രവാചകനെ കാരുണ്യമായിട്ട് നിയോഗിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികളിൽ എപ്പോഴും മുന്തി നിൽക്കേണ്ട, മികച്ചു നിൽക്കേണ്ട ഒരു ഗുണമാണ് കാരുണ്യം. കാരുണ്യം എന്ന് പറയുന്നത് ഇന്ന് അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും, അധിക ആളുകളുടെയും മനസ്സിൽ ക്രൂരതയാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ക്രൂരത കാണിക്കുക, ഒരു മനുഷ്യപ്പറ്റില്ലാതെ, ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ജനങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ മനസ്സിൽ നിന്ന് കാരുണ്യത്തിന്റെ സകല നീരുറവയും വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിർഭാഗ്യവശാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് പഴയതുപോലെ ഇന്ന് മക്കളോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല. മക്കൾക്ക് പഴയതുപോലെ ഇന്ന് മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ടവരോട് മുതലാളിക്ക് ഒരു കാരുണ്യവുമില്ല. തൊഴിലാളികളോട് അല്ലെങ്കിൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് കാരുണ്യം കാണിക്കാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല. അയൽവാസികളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് കാരുണ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യമാരോടുള്ള ഭർത്താക്കന്മാരുടെ പ്രേമം അവസാനിച്ചു കഴിഞ്ഞാൽ പ്രേമമില്ലെങ്കിലും കാരുണ്യം, എന്റെ പാവപ്പെട്ട ഭാര്യ എന്ന് വിചാരിച്ചുകൊണ്ട്, ഒരു സാധു സ്ത്രീ എന്ന് വിചാരിച്ചുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുവാൻ ഭർത്താക്കന്മാർക്ക് സാധിക്കുന്നില്ല. ക്രൂരതയാണ് പലപ്പോഴും പെണ്ണുങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങൾ തിരിച്ചും ഭർത്താക്കന്മാരോട് ആരും സഹായിക്കാനില്ലാതെ എന്റെ പാവപ്പെട്ട ഭർത്താവ് എന്ന് വിചാരിച്ചുകൊണ്ട് കാരുണ്യം കാണിക്കാൻ പല പെണ്ണുങ്ങൾക്കും ഭാര്യമാർക്കും കഴിയുന്നില്ല. ഇങ്ങനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് പോലും കാരുണ്യമായിട്ട് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ മനസ്സിൽ പോലും കാരുണ്യം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈ ആയത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, ആ പ്രവാചകന്റെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായാൽ ആ പ്രവാചകന് അത് സഹിക്കാൻ കഴിയുകയില്ല എന്നാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാത്ത, അത്രയധികം നിങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ വിഷമങ്ങളെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു പ്രവാചകൻ എന്നതാണ് ഖുർആന്റെ ഈ വിശേഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
പ്രവാചകന്റെ ഭാര്യമാർ, അല്ലെങ്കിൽ പ്രവാചകന്റെ സന്താനം, അല്ലെങ്കിൽ പ്രവാചകന്റെ കുടുംബം, മാതാപിതാക്കൾ, ഇവരുടെ ഒന്നും വിഷമങ്ങളിൽ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ എന്നതിനപ്പുറം നിങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളിൽ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ ഒരു പ്രവാചകൻ, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കാരുണ്യവും ദയാലുവുമായ, കരുണാമയനും ദയാലുവുമായ ഒരു പ്രവാചകൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് റസൂലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അനുയായികളുടെ ചെറിയ ചെറിയ വിഷമങ്ങളിൽ പോലും വിഷമിക്കുന്ന ഒരു പ്രവാചകൻ, അനുയായികളോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന ഒരു പ്രവാചകൻ, ബാക്കിയുള്ള ആളുകളെ, സഹാബികൾക്ക് കാരുണ്യം കാണിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ പോലും പ്രവാചകനോട് വന്ന് പരുഷമായി പെരുമാറിയാൽ പോലും അവരോടും കാരുണ്യം കാണിക്കുന്ന പ്രവാചകൻ. പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ, ചില കാട്ടറബികൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായിട്ട് പെരുമാറുമ്പോ, റസൂലിനോട് ആവശ്യപ്പെടുമ്പോ, ഒന്നും കൊടുക്കാനില്ലാത്ത റസൂലിനോട് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോ, അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാര് നബിയുടെ കൂടെയുള്ള ആളുകളെ ഇതിൽ അസ്കിത പ്രകടിപ്പിക്കുമ്പോ, എന്താണ് ഇയാൾ ചോദിക്കുന്നത്, പറയുന്നത് എന്നൊക്കെ അവര് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വിമ്മിഷ്ടവുമില്ലാതെ കാരുണ്യത്തോടുകൂടി, ദയയോടുകൂടി, സ്നേഹത്തോടുകൂടി, അങ്ങേയറ്റം അവരോടുള്ള താല്പര്യത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തിൽ നിന്ന് എന്തു മറഞ്ഞാലും കരുണ എന്ന് പറയുന്ന സ്വഭാവം അവരുടെ സ്വഭാവത്തിൽ നിന്ന് മറയുവാൻ അല്ലെങ്കിൽ ഇല്ലാതാവുവാൻ ഒരിക്കലും ഒരു സാധ്യതയും ഇല്ല, ഉണ്ടാകാൻ പാടുള്ളതല്ല. കാരണം എല്ലായ്പ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് അവൻ റഹ്മാനുമാണ് റഹീമുമാണ് എന്നുള്ളത്. ഖുർആനിൽ അതില്ലാത്ത ഒരു സൂറത്ത്, ഒരൊറ്റ സൂറത്തേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് പറയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് പറയാതെ തുണിയെടുക്കാൻ കഴിയില്ല, വസ്ത്രം ധരിക്കാൻ കഴിയില്ല, പുറപ്പെടാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. എല്ലായ്പ്പോഴും നിങ്ങൾ പറയേണ്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ അവൻ റഹ്മാനുമാണ് റഹീമുമാണ് എന്നുള്ളതാണ്. സാധാരണ പഴയ ഭാഷയിൽ പറയാറുണ്ട് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവൻ എന്ന്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെടാത്തവർക്കും, വഴിപ്പെട്ടവർക്ക് മാത്രമല്ല, അവന് വഴിപ്പെടാത്തവർക്കും, അവനെ ധിക്കരിക്കുന്നവർക്കും, അവനെ നിഷേധിക്കുന്നവർക്കും എല്ലാവർക്കും കരുണ ചൊരിഞ്ഞു കൊടുക്കുന്ന പടച്ച തമ്പുരാൻ എന്നതാണ് റഹ്മാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. റഹീം എന്ന് പറയുമ്പോൾ അത് അവനെ അനുസരിക്കുന്ന, അവന് വഴിപ്പെട്ടവരോടുള്ള അവന്റെ കാരുണ്യമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും, അവനെ നിഷേധിക്കുന്നവരോട് പോലും കാരുണ്യം കാണിക്കുന്ന ഒരു പടച്ചവൻ, നമ്മുടെ എതിരാളികളോട് പോലും കരുണ കാണിക്കുന്ന ഒരു പ്രത്യേകത. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത എന്ന് അല്ലാഹു ദീനുൽ ഇസ്ലാം ഈ ബിസ്മി ചെല്ലിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഒരു ദിവസം എത്ര തവണയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയധികം അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അവൻ കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. എന്നിരിക്കെ നിങ്ങൾക്കൊരാളോട് കാരുണ്യം കാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, എന്ത് വൈരുദ്ധ്യമാണത്. ഒരു സഹാബി ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടിമയെ അടിച്ചു എന്ന വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ റസൂൽ ആ സഹാബിയെ വിളിച്ച് പറഞ്ഞത് ഇതാണ്: നീ എന്താണ് വിചാരിച്ചത്? നിന്റെ അടിമയോട് നിനക്ക് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല. നിന്റെ ഉടമയായ നിന്നേക്കാൾ വലിയ ഒരു പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവൻ നിന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ സഹാബി പറഞ്ഞു, റസൂലെ, ഞാൻ എന്റെ ആ അടിമയെ ഞാൻ അടിച്ച കാരണത്താൽ ഞാൻ അവനെ അടിമത്തത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തെ. ഞാൻ ചെയ്തത് തെറ്റാണ്, ഒരു പ്രായശ്ചിത്തമായിട്ട് ഞാൻ അയാളെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, നീ പശ്ചാത്തപിച്ചുകൊണ്ട് പ്രായശ്ചിത്തമായി ആ അടിമയെ മോചിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം കൊണ്ട് നിന്നെ ശിക്ഷിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തെ താക്കീത് ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് പടച്ച തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്.
ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഓരോന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നടക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, നമുക്ക് പണം കിട്ടുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ വിവാഹം കഴിക്കുന്നത് എല്ലാം പടച്ച തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇനി പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനും ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങളുടെ അമല് കൊണ്ടത് സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കർമ്മങ്ങൾ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരാളും അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഒരു കരുണ കാണിക്കണം. അമല് മാത്രം പോരാ, കർമ്മങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ കാരുണ്യം കൂടി ഉണ്ടെങ്കിലേ സ്വർഗം കിട്ടുകയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കണം. കുറേ നന്മകൾ ചെയ്ത ഒരാൾ മരിച്ചുപോയപ്പോ വേറെ ഒരു സഹാബി അയാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? അയാൾ കുറെ സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് റസൂലേ എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കണം അയാളുടെ ഈ കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം കൊടുക്കണമോ എന്ന്. എന്റെ കാര്യം പോലും അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരലോകത്ത് ഇനി നമുക്ക് വല്ലതും കിട്ടാൻ പോകുന്നുണ്ട് എങ്കിൽ അതും അള്ളാഹുവിന്റെ കാരുണ്യത്തെ മാത്രം ആസ്വദിച്ചു നിൽക്കുന്നതാണ്. എന്നിരിക്കെ നമുക്ക് നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കാതിരിക്കുവാൻ എങ്ങനെയാണ് കഴിയുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പോ ഒരാളുടെ ഈമാനിന്റെ ഒരു അടയാളമാണ് ഒരിക്കലും വറ്റാത്ത മനുഷ്യരോടുള്ള കാരുണ്യം എന്ന് പറയുന്നത്. പല ആളുകൾക്കും പല ഗുണങ്ങളുമുണ്ട്. അവരുടെ ഈമാൻ വലിയ ഈമാനായിരിക്കും, അവര് വലിയ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യരോട് യാതൊരുവിധ മനുഷ്യപ്പറ്റുമില്ലാതെ പെരുമാറുന്ന എത്രയോ മുത്തഖീങ്ങളായ വലിയ ഈമാനുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവർ വേറെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഉഷാറായിരിക്കും, പക്ഷെ മനുഷ്യനോട് യാതൊരുവിധ കാരുണ്യവുമില്ല. വളരെ പരുഷമായി ഒരാളുടെ വികാര വിചാരങ്ങൾ, ഒരാളുടെ സാഹചര്യങ്ങൾ, ഒരാളുടെ അവസ്ഥകൾ, ഒരാളുടെ പ്രയാസങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ പെരുമാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഭർത്താക്കന്മാരെ ഭാര്യമാരോട് ഒരു കാരുണ്യവും കാണിക്കാതിരിക്കുക. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, അവരുടെ മാനസികമായ പ്രയാസങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ ഭാര്യമാരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന എത്രയോ നമസ്കാരക്കാര്, എത്രയോ നോമ്പുകാര്, എത്രയോ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ ഭാര്യമാരും വളരെ വളരെ ഉഷാറായിരിക്കും അവർ പല കാര്യങ്ങളിലും. അവരുടെ വേഷവിധാനം, അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ സുന്നത്ത്, അവരുടെ നവാഫില്, അവരുടെ റവാത്തിബ് ഇതൊക്കെ വളരെ ഉഷാറായിരിക്കും. പക്ഷെ ഭർത്താവിനോട് കരുണ കാണിക്കേണ്ട സന്ദർഭങ്ങളിൽ അവർക്ക് കരുണ കാണിക്കാൻ കഴിയില്ല. പ്രയാസപ്പെടുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭർത്താവിനെ എപ്പോഴും താങ്ങായി, അതാണ് ഈമാൻ, അതാണ് ഏറ്റവും വലിയ ഒരു സൽക്കർമ്മം എന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താവിന് താങ്ങായി നിൽക്കാൻ കഴിയാത്ത എത്രയോ ഭാര്യമാരുണ്ട്. അവർക്കൊക്കെ ഈമാനുണ്ട്, അവരൊക്കെ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരൊക്കെ നമസ്കരിക്കുന്നുണ്ട്, അവരൊക്കെ നോമ്പ് പിടിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആളുകൾ, ആളുകളുടെ പ്രയാസങ്ങൾ കാണുമ്പോ കരയാൻ കഴിയാത്ത ആളുകൾ, ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കാണേണ്ടി വരുമ്പോ മനസ്സലിവില്ലാത്ത ആളുകൾ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളുകൾ, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമല്ല. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ റസൂൽ നിങ്ങൾക്കൊരു വിഷമമുണ്ടാകുമ്പോൾ വിഷമിച്ചിരുന്ന പ്രവാചകനായിരുന്നു, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ ഒരു പ്രവാചകനായിരുന്നു, നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള ഒരു പ്രവാചകനായിരുന്നു, നിങ്ങളോട് ദയാപൂർവം പെരുമാറിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകന്റെ പ്രത്യേകത റഹ്മത്തുൽ ലിൽ ആലമീൻ, ഇന്നമാ അന റഹ്മ, ഞാൻ കാരുണ്യം മാത്രമാണ് എന്ന് പ്രവാചകനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരുണ്യമാകുന്നു, ഞാനാകുന്നു കാരുണ്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചത്. അപ്പോ അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കുന്നു, എന്നിട്ടും നിങ്ങൾ കരുണ കാണിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വേണമോ, നിങ്ങൾ ജനങ്ങളോട് കാരുണ്യം കാണിക്കണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എങ്കിലേ ആകാശലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ. ജനങ്ങളോട് കരുണ കാണിക്കാത്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ലഭിക്കുകയില്ല. അത് വളരെ ചെറിയ ഒരു കാര്യത്തിലാണെങ്കിൽ പോലും, വളരെ ചെറിയ കാര്യത്തിലാണ് റസൂൽ പറഞ്ഞത്, മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവനോട് അല്ലാഹു കരുണ കാണിക്കുകയില്ല. വളരെ ചെറിയ ഒരു കാര്യമാണ്, നിസ്സാരമായ ഒരു കാര്യമെന്ന് നമുക്ക് തോന്നും. നബി എപ്പോഴാണത് പറഞ്ഞത്? ഹസനെയും ഹുസൈനെയും പേരക്കുട്ടികളെ കളിപ്പിച്ച് അവരെ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോ വന്ന ഒരു സഹാബി പറഞ്ഞു, റസൂലെ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരു മക്കളെയും
ഒരു മക്കൾക്കും ഞാൻ ഉമ്മ കൊടുക്കാറില്ല, ഒരു മക്കളെയും ഞാൻ ഇതുപോലെ ലാളിക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് റസൂല് പറഞ്ഞത് മല്ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയില്ല. ഒരു കുട്ടിയെ കളിപ്പിച്ച് കുട്ടിയെ ഉമ്മ വെക്കുക എന്ന് പറയുന്നത് നമുക്ക് തോന്നും വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി 10 മക്കളുള്ള ഒരു സഹാബി ഇത് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ പറഞ്ഞത് കരുണ കാണിക്കാത്തവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുക. അപ്പോ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നും. ഒരു മാതാവിന്റെ പിതാവിന്റെ ലാളന എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അവകാശമാണ്. കാരുണ്യത്തിന്റെ ഒരു പ്രകടനമാണ് ഒരു കുട്ടിയെ ഉമ്മ വെക്കുക എന്നുള്ളത്. ഇതൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിഞ്ഞു കൊടുക്കുന്നതല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, കാരുണ്യം എന്ന് പറയുന്ന ഈ ഗുണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് എന്നത്. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ഷഖിയ്യിൻ. ഒരാളുടെ മനസ്സിൽ നിന്ന്, ഒരാളിൽ നിന്ന് കരുണ നീക്കം ചെയ്യപ്പെടുകയില്ല, എടുത്തു മാറ്റപ്പെടുകയില്ല. ഇല്ലാ മിൻ ഷഖിയ്യിൻ, ഒരു നിർഭാഗ്യവാനിൽ നിന്നല്ലാതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ കരുണയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാള് ഭാഗ്യദോഷിയാണ്, നിർഭാഗ്യവാനാണ്. അയാൾ ഇഹലോകത്തും പരലോകത്തും നിർഭാഗ്യവാനാണ്. കരുണയില്ല ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ, ഒരാൾ ക്രൂരനാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ദയാലുവല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഒരു ഷഖിയാണ്, ഒരു നിർഭാഗ്യവാനായ മനുഷ്യനാണ് എന്നതാണ്. അയാൾക്ക് ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു. ദുനിയാവിലും ആഖിറത്തിലും അയാൾ ഷഖിയായിരിക്കും, നിർഭാഗ്യവാനായിരിക്കും. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ഷഖിയ്യിൻ. ഒരു നിർഭാഗ്യവാനായ മനുഷ്യനിൽ നിന്നല്ലാതെ ഒരിക്കലും കരുണ എടുത്തു മാറ്റപ്പെടുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കാർക്കും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നമുക്കാർക്കും ഇല്ല. എല്ലാവർക്കും അത് വേണം. അള്ളാഹുവിന്റെ ആ കരുണ കിട്ടുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ലോകത്ത് കരുണ കാണിക്കുക, ജനങ്ങളോട് കരുണ കാണിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കുക, വേണ്ടപ്പെട്ടവരോട് കരുണ കാണിക്കുക, കുടുംബത്തോട് കരുണ കാണിക്കുക, മാതാപിതാക്കളോട് കരുണ കാണിക്കുക, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് കരുണ കാണിക്കുക, നമ്മുടെ തൊഴിലാളികളോട് കരുണ കാണിക്കുക, എല്ലാവരോടും കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ കരുണയെ അർഹിക്കുന്ന കുറെ ആളുകൾ സഹോദരന്മാരെ ലോകത്തുണ്ട്. നമ്മുടെ കുടുംബം മാത്രമല്ല, കുറെ ആളുകൾ ലോകത്തുണ്ട്. അവരോടൊക്കെ നിങ്ങളുടെ കരുണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അനാ വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ. ഞാനും ഒരനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊലിയോട് തൊലി ചേർത്ത് റസൂലിന്റെ ചാരത്ത് റസൂലിനോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കും ഒരനാഥയുടെ കണ്ണീരൊപ്പുന്നവൻ. ഒരനാഥയുടെ ഉപ്പയെ നഷ്ടപ്പെട്ട, ഉമ്മയെ നഷ്ടപ്പെട്ട, സംരക്ഷിക്കാൻ ആളില്ലാത്ത ഒരു യതീമിനെ സംരക്ഷിക്കുന്നവൻ. അവൻ സ്വർഗത്തിൽ എന്റെ ചാരത്തായിരിക്കും, എന്നോട് ചേർന്നായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാതാപിതാക്കളില്ലാത്ത മക്കളോട്, അനാഥകളോട് ഇത് വിചാരിച്ച് നിങ്ങൾക്ക് കരുണ കാണിക്കാൻ കഴിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണ്. ബദറിലും ഉഹുദിലും ഒരാൾ പോരാടുന്നു, വേറെ ഒരാള് ഭർത്താവ് നഷ്ടപ്പെട്ട്, ഭർത്താവ് മരിച്ചുപോയി, ദുനിയാവിൽ ജീവിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിധവയായ ഭാര്യ, ഒരു വിധവയായ സ്ത്രീ, ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ ഒരു മിസ്കീൻ, ഒരു സാധുവായ മനുഷ്യന് അയാളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ, അയാൾക്ക് അന്നം നൽകാൻ, അയാൾക്ക് വസ്ത്രം കൊടുക്കാൻ, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഒരു ആശ്വാസ വചനം നൽകാൻ, അയാളോടൊന്ന് ചിരിക്കാൻ, അയാൾക്കൊരു കൈത്താങ്ങ് നൽകാൻ, അയാളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആള് കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അയാള് ബദറിലും ഉഹുദിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു മുജാഹിദ് ഏതുപോലെയാണോ അതുപോലെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ദയയും നമ്മുടെ കാരുണ്യവും നമ്മുടെ സ്നേഹവും അർഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, ആവശ്യമായി വന്നിരിക്കുന്ന എത്രയോ ആയിരങ്ങളുടെ ഇടയിലാണ് നമ്മളെ മനസ്സിലെ അവസാനത്തെ കാരുണ്യത്തിന്റെ ഉറവയും പറ്റി, ഒരേ മനുഷ്യപ്പറ്റുമില്ലാതെ, ഒരു കരുണയുമില്ലാതെ
ഈ ഉമ്മത്തിലെ ഒരാളുടെ വിഷമത്തിൽ വിഷമിക്കുന്ന ഒരു പ്രവാചകന്റെ, എല്ലാ മൂമിനീങ്ങളോടും കരുണയോടുകൂടി പെരുമാറിയ ഒരു പ്രവാചകന്റെ, എല്ലാ മൂമിനീങ്ങളുടെയും കാര്യങ്ങളെ വലിയ താല്പര്യത്തോടുകൂടി പരിഗണിച്ചിരുന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു വരുന്നത്. ചുറ്റുപാടും ഇങ്ങനെ നമ്മുടെ കരുണ ആവശ്യമുള്ള ഒരു കുറെ ആളുകളുണ്ട്. അവരോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കാതിരിക്കും. നിങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സഹാബികൾ ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, റസൂലേ, എന്റെ അടിമയോട്, എന്റെ തൊഴിലാളിയോട് ഞാൻ ഒരു ദിവസം എത്ര കരുണ കാണിക്കണം, എത്ര ഞാൻ അയാളോട് വിട്ടുവീഴ്ച കാണിക്കണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഉത്തരം പറഞ്ഞില്ല. രണ്ടാമതും ഇതേ ചോദ്യം ചോദിച്ചു. മൂന്നാമതും ചോദിച്ചു, കം നാഫു അനിൽ ഖാദിം, എന്റെ വേലക്കാരനോട് ഞാൻ എത്ര കരുണ കാണിക്കണം ഒരു ദിവസം, എത്ര വിട്ടുവീഴ്ച ചെയ്യണം? മൂന്നാമത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരന് നിങ്ങൾ ഒരു ദിവസം 70 തവണ അയാളോട് വിട്ടുവീഴ്ച കാണിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ദിവസം 70 തവണ നിങ്ങൾ നിങ്ങളുടെ വേലക്കാരനോട് വിട്ടുവീഴ്ച കാണിക്കണം. ആലോചിച്ച് നോക്കുക, നമുക്ക് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ഒരു ദിവസം ഒരു തവണ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ അപാരമായ കരുണാമയനായിരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഒരു ദിവസം ചുരുങ്ങിയത് 70 തവണ നിങ്ങൾ നിങ്ങളുടെ വേലക്കാരനോട് വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പോ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് 70 തവണ ഒരു ദിവസം വിട്ടുവീഴ്ച ചെയ്യണം. ഇസ്ലാം ഒരടിമയെ ഒരാൾ അടിച്ചാൽ അതിനുള്ള പ്രായശ്ചിത്തമായി നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ ആ സഹാബി ചെയ്തതുപോലെ അയാളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാള് അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരാൾ അയാളുടെ അടിമയെ അടിച്ചാൽ അതിനുള്ള പ്രായശ്ചിത്തം, ആ അടിയുടെ പ്രായശ്ചിത്തമായിട്ട് അയാൾ ആ അടിമയെ മോചിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്. അപ്പോ അടിമയാണ് എന്ന് വിചാരിച്ച് അടിക്കാൻ പാടുള്ളതല്ല. അടിയെ വിലക്കി അടിക്കുകയാണ് എങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ആ അടിയോടുകൂടി അയാൾ മോചിതനായിരിക്കുന്നു എന്നുള്ളതാണ്. അയാൾ അതോടുകൂടി മോചിപ്പിക്കുവാൻ ഈ ഉടമ ബാധ്യസ്ഥനാണ്. തന്റെ വേലക്കാരനോട് ഒരു ദിവസം 70 തവണയെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. ഇപ്പോ ഒരു വേലക്കാരന്റെ മാനസികമായ അവസ്ഥയെ പരിഗണിക്കാത്ത ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ അർഹിക്കുന്നില്ല. ഇതുകൊണ്ടാണ് പല വഖഫുകളും ഇസ്ലാമിക ചരിത്രത്തിലെ വഖഫുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുമാറ് പലവിധത്തിലുള്ള വഖഫുകളുണ്ട്. പക്ഷികൾക്ക് അന്നം കൊടുക്കാനുള്ള വഖഫ്, രോഗികളെ സന്ദർശിക്കാനുള്ള വഖഫ്, വെറും പള്ളി ഉണ്ടാക്കാനും പള്ളിയുടെ വരുമാനത്തിനും മാത്രമല്ല വഖഫ്, ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിക വഖഫിന്റെ ചരിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ കാരുണ്യത്തിൽ നിന്ന് ഉറന്നു വരുന്ന വഖഫുകൾ. അങ്ങനെയാണ് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാനും വഖഫ്. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിച്ചുകൊണ്ട് 2 ആൾ രോഗികളെ സന്ദർശിക്കുക, എന്നിട്ട് അയാളുടെ എല്ലാ ദിവസവും രോഗിയുടെ അടുത്ത് ചെന്നിട്ട് ഒരാള് മറ്റൊരാളോട് പറയുക, ഇയാൾക്ക് ഇന്നലത്തേക്കാളും ഇന്ന് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇയാളുടെ രോഗം ഇന്ന് സുഖമായിരിക്കുന്നു. അയാളുടെ രോഗം സുഖമായിട്ടൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഈ രോഗിക്ക് ഒരു പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ട് 2 ആളും, ഈ വഖഫിൽ നിന്ന് ശമ്പളം പറ്റുന്ന 2 ആളും അയാളുടെ കിടക്കയിൽ അയാളുടെ തലക്കരികിൽ പോയിരുന്ന് പരസ്പരം സംസാരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ ഇന്ന് ഇയാൾക്ക് മെച്ചപ്പെട്ടിരിക്കുന്നു, പിറ്റേ ദിവസം ചെന്നിട്ട് അതിനേക്കാൾ ഇയാൾക്ക് മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള 2 ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിലെ വഖഫ്. ചില ആളുകൾ വഖഫ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഉള്ളത്, ഇതിന്റെയൊക്കെ അന്തസത്ത, ആത്മാവ് ജനങ്ങളോടുള്ള കാരുണ്യമാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും, വേലക്കാരിയുടെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണ് അത് ഉടഞ്ഞാൽ ആ വേലക്കാരിക്ക് വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ ഉള്ള വഖഫ്. ചില ആളുകൾ വഖഫ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്റെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു വേലക്കാരിയുടെ കയ്യിൽ നിന്ന്, ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണു പോയാൽ ആ പെണ്ണിനുണ്ടാകുന്ന ഒരു ബേജാറുണ്ട്. എന്താണ് ഇനി ഉടമയോട് പറയുക, എന്താണ് ഇനി വീട്ടുകാരിയോട് അല്ലെങ്കിൽ വീട്ടുകാരനോട് പറയുക? ഇത്ര വിലപിടിപ്പുള്ള ഒരു പാത്രം പൊട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഒരു വേലക്കാരി വിഷമിക്കുമ്പോ ഈ വഖഫ് ആ വേലക്കാരിക്ക് കൊടുത്ത് പകരം പാത്രം വാങ്ങാൻ ഈ വഖഫ് ഉപയോഗിക്കണം എന്ന് വസിയത്ത് ചെയ്ത വാഖിഫീങ്ങളെ, വഖഫ് ചെയ്ത ധനാഢ്യന്മാരെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും മനുഷ്യപ്പറ്റുള്ള ഒരു ദീൻ വേറെ എവിടെയും കാണുക സാധ്യമല്ല.
കാരണം ഈ ദീനിന്റെ പ്രവാചകൻ ഇങ്ങനെയായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് പോലും കരുണ. അതായത് സാധാരണ മനുഷ്യരോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ലോകത്തുള്ള സകല ജന്തുജാലങ്ങളോടും കരുണ. ഒരു പക്ഷിയുടെ 2 കിടാങ്ങളെ സഹാബിമാര് എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ പക്ഷി വന്ന് കരയുന്നതാണ് റസൂൽ കാണുന്നത്. അപ്പോ തള്ളപ്പക്ഷി വന്ന് കുഞ്ഞുങ്ങളെ കാണാതെ അത് ചിറകിട്ടടിക്കുമ്പോ അതതിന്റെ വേദന പ്രകടിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത്? ആരാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയത്? അപ്പൊ സഹാബികള്, ഞങ്ങളാണ് എടുത്ത്. തിരിച്ചു കൊണ്ടുപോയി കൊടുക്കൂ, ആ പക്ഷിക്ക് അതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ കാണാതെ വിഷമിക്കുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയധികം കരുണാമയനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് കാണാൻ പറ്റും. വിശക്കുന്ന ഒട്ടകത്തിന്റെ സമീപത്ത് ചെന്ന് അതിനെ തടവി കൊടുക്കുകയും ആരാണ് ഇതിന്റെ ഉടമ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. ഇപ്പൊ മൃഗങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന കരുണയാണിത്. ഇത് തന്നെയാണ് സഹാബത്തിന്റെയും മാതൃകകൾ. ഇങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീയെ, അവൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ട്, വലിയ നമസ്കാരക്കാരിയാണ്. പക്ഷേ പൂച്ചയെ കെട്ടിയിട്ടു വെള്ളം കൊടുക്കാതെ, അന്നം കൊടുക്കാതെ എന്നതിന്റെ പേരിലാണ് അവൾ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. അപ്പോ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വിജയിച്ച, എന്നാൽ ഒരു പൂച്ച എന്ന് പറയുന്ന മൃഗത്തോട് ഉള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിലാണ് ഒരു സ്ത്രീ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നായ്ക്കൾക്ക് വെള്ളം കൊടുത്ത മുഅ്മിൻ സ്വർഗത്തിലാണ്. അയാളുടെ ജീവിതത്തിൽ കുറെ തിന്മകളുണ്ട്, പക്ഷേ ഒരു മൃഗത്തോട് കരുണ കാണിച്ചതിന്റെ പേരിൽ അയാൾക്ക് സ്വർഗം. അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കുറെ നന്മകളുണ്ട് ഒരു സ്ത്രീയുടെ കാര്യത്തിൽ, പക്ഷേ ഒരു മൃഗവുമായുള്ള കാരുണ്യത്തിന്റെ വിഷയത്തിൽ വളരെ ക്രൂരമായി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു. ഹൃദയത്തിൽ ക്രൂരതയുണ്ട് എന്നതിന്റെ പേരിൽ അവൾക്ക് നരകം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇവരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് ഇതുപോലെ എത്രയോ മാതൃകകൾ കാണാം. റസൂലിന്റെ ചരിത്രത്തിൽ മാതൃകകൾ കാണാം. ഒരാടിനെ കയ്യും കാലൊക്കെ കെട്ടി അതിനെ തള്ളിയിട്ടിട്ട് ഒരാള് കത്തിമൂർച്ച കൂട്ടാൻ നോക്കിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നീ ഈ ആടിനെ 2 തവണ അറുക്കുകയാണോ? ഈ ആടിനെ നീ 2 തവണ അറുക്കുകയാണോ? എല്ലാം ചെയ്ത് ഒരു ആടിനെ തള്ളിയിട്ട ശേഷം അതിന്റെ മുമ്പിൽ വെച്ച് ഈ കത്തി അണച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് 2 തവണ മരിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട് അതിനെ തള്ളിയിടുന്നതിന് മുമ്പ് നിനക്ക് കത്തിമൂർച്ച കൂടായിരുന്നോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അത് ആ മൃഗത്തോടുള്ള ഒരു കാരുണ്യമാണ്. അതിനെ തള്ളിയിട്ട് ശേഷം അതിന്റെ മുമ്പിൽ വെച്ച് കത്തി അണക്കുകയാണ്. അപ്പോ ഇത് ആദ്യം തന്നെ കത്തിയെല്ലാം അണച്ചു വെച്ച് അതിനെ തള്ളിയിടലും അറുക്കലും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു വേദനയോടുകൂടി അത് അവസാനിക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിനെ അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരാള് അതിനെ മര്യാദക്ക് കൊണ്ടുപോകാതെ അതിന്റെ കാല് പിടിച്ച് വലിച്ച് ഒരു വൃത്തികെട്ട വിധത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ ഫുലാൻ ഖുദ്ഹാ ഇലൽ മൗതി ഖൂദൻ ജമീല, ഈ ആടിനെ നീ മരണത്തിലേക്ക് മാന്യമായി കൊണ്ടുപോകൂ. ആടിനെ നീ മരണത്തിലേക്ക് മാന്യമായി കൊണ്ടുപോകൂ. ആടിനെ അറുക്കാനാണ് കൊണ്ടുപോകുന്നതെങ്കിലും അതിനും ഒരു അദബുണ്ട്, ഒരു മര്യാദയോടുകൂടി കരുണയോടുകൂടി അറുക്കേണ്ടി വരുന്നു ഒരു മൃഗത്തെ. പക്ഷേ അതിനും അതിൻ്റെതായ മര്യാദകളോടുകൂടി അത് ചെയ്യണം. അതുകൊണ്ടാണ് കത്തി മൂർച്ച കൂട്ടണം എന്ന് പറഞ്ഞത്. കൊല്ലാതെ കൊല്ലരുത്, കൊല്ലുന്നതും കാരുണ്യത്തോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കത്തെഴുതി എന്ന് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു, ഒട്ടകങ്ങളെ കൊണ്ട് 1000 റാത്തൽ ഭാരം ലോഡ് എടുപ്പിക്കുന്നതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൽപ്പന ഇനി അങ്ങോട്ട് ഒട്ടകങ്ങളെ 600 റാത്തലിലധികം ഭാരം വഹിപ്പിക്കുവാൻ പാടുള്ളതല്ല. 1000 റാത്തൽ ഒരു ഒട്ടകത്തെ കൊണ്ട് ഭാരം പേറിപ്പിക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖലീഫയുടെ കൽപ്പനയാണ് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഒട്ടകത്തിനെ 600 റാത്തലിലധികം ഇനി അങ്ങോട്ട് ഭാരം വഹിപ്പിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും സുന്ദരമായ ഒരു ദീനാണ് നമ്മുടെ ദീൻ. കരുണ എന്ന് പറയുന്ന, മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ കരുണ എന്ന് പറയുന്ന ഗുണത്തിന് ഇത്രയധികം പ്രാധാന്യം ഒരു ഖലീഫ കത്തെഴുതുകയാണ്. സക്കാത്തിന്റെയോ നമസ്കാരത്തിന്റെയോ കാര്യത്തിലല്ല,
അതിനോടൊപ്പം ഒരു ഖലീഫ ഒരൊട്ടകം വഹിക്കുന്ന ഭാരത്തെ സംബന്ധിച്ച് കത്തെഴുതുന്നു. ഇസ്ലാമികയിലെ ഫിഖ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ സഹോദരന്മാരെ നമുക്ക് അത്ഭുതം തോന്നും. ഇസ്ലാമിന്റെ ഫിഖിന്റെ കിതാബുകളിൽ മൃഗങ്ങളോട് പെരുമാറുന്നതിനെ സംബന്ധിച്ച് വിശദമായ പരാമർശങ്ങളുണ്ട്. അതിനും ഇസ്ലാമിൽ ഒരു രീതിശാസ്ത്രം ഉള്ളത് കൊണ്ടാണ്. അതായത് മൃഗത്തെ എവിടെയാണ് അടിക്കേണ്ടത്, മൃഗത്തെ അടിക്കേണ്ടി വരുമ്പോൾ എവിടെയാണ് അടിക്കുന്നത്. മൃഗത്തെ എല്ലായിടത്തും അടിക്കാൻ പറ്റുകയില്ല. മനുഷ്യരുടെ മുഖത്തടിക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മൃഗങ്ങളുടെയും മുഖത്തടിക്കരുത് എന്ന് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നു. മൃഗത്തെ പല ആളുകളും ദേഷ്യം വരുമ്പോ കന്നുകൂട്ടുന്ന മൃഗങ്ങളെ അവിടെയും ഇവിടെയും ഒക്കെ അടിക്കാറുണ്ട്. പക്ഷേ ഒരു മൃഗത്തെ മുഖത്തടിക്കരുത്, ഇന്ന സ്ഥലത്ത് മാത്രമേ മൃഗത്തെ അടിക്കാവൂ എന്ന് ഈ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എങ്ങനെ, ഉപകാരമില്ലാത്ത മൃഗത്തിനും ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ലോകത്ത് ഉപകാരമില്ലാത്ത കുറെ മൃഗങ്ങളുണ്ട്. നമുക്ക് പാല് തരുന്ന പശുവിന് നന്നായി അന്നമൂട്ടുകയും ഒരേ പാലും തരാത്ത ഒരു മൃഗത്തോട് കരുണയില്ലാതെ പശുവിന് കൊടുക്കുന്നതൊന്നും അതിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നീതിശാസ്ത്രം ഇസ്ലാമിലില്ല. ഉപകാരമില്ലെങ്കിലും ഒരു മൃഗത്തെ ആ മൃഗത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ ഇതുപോലുള്ള ഹദീസുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പശുവിനെ എങ്ങനെയാണ് അതിന്റെ പാല് കറക്കേണ്ടത്, പാല് കറക്കുന്ന അയാളുടെ നഖം വെട്ടണം. കാരണം ഈ നഖം ഈ പശുവിനെ പാല് കറക്കുമ്പോ അതിന്റെ ശരീരത്തിൽ ഈ കൈന്റെ നഖം തട്ടുന്നത് ആ മൃഗത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്, ആ മൃഗത്തോട് ചെയ്യുന്ന ഒരു അക്രമമാണ്. അപ്പൊ പാല് കറക്കുന്ന അയാളുടെ നഖം മുറിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം എന്ന് നമുക്ക് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അപ്പോ ഇത്ര ഒരാളുടെ ഒരു നഖത്തിന്റെ ഒരംശം ഒരു പശുവിന്റെ ശരീരത്തിൽ തട്ടുന്നത് പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് കരുണാമയനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല, കാരുണ്യത്തിന് വിരുദ്ധമാണത്, ക്രൂരതയാണ് എന്ന് ഇതുപോലെ വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോലും വളരെ കർശനമായ നിലപാടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ കാര്യത്തെ പറ്റി എപ്പോഴും ആലോചിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ ആരാധനകൾ, അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുകയും മനുഷ്യരോടുള്ള അവകാശങ്ങൾ, സഹജീവികളോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല. അള്ളാഹുവിന്റെ അവകാശവും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹുവിന്റെ അവകാശവും അള്ളാഹുവിന്റെ അടിമയുടെ അവകാശവും ഏറ്റുമുട്ടിയാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുൻഗണന നൽകേണ്ടത് അള്ളാഹുവിന്റെ അടിമയുടെ അവകാശത്തിനാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ജുമാക്ക് പങ്കെടുക്കണം, അതേ അവസരം ഒരാളോടുള്ള കരാറ് പാലിക്കണം. ജുമാക്ക് പങ്കെടുത്താൽ ഒരാളോടുള്ള കരാറ് ലംഘിക്കേണ്ടി വരുമെന്ന് വന്നാൽ അയാൾ ജുമാ എന്ന് പറയുന്ന സുന്നത്ത് ഒഴിവാക്കിയിട്ട് ആ കരാറ് പാലിക്കുക, അയാളുടെ സഹോദരനോടുള്ള കരാറ് പാലിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്താ ചെയ്യുക സാധാരണ? അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ, ഒരാളുടെ ഈമാൻ വർദ്ധിച്ചാൽ അയാൾക്ക് അള്ളാഹുവിനോടുള്ള അവകാശങ്ങളെപ്പറ്റി, അള്ളാഹുവിനോടുള്ള ബാധ്യതകളെപ്പറ്റി ഓർമ്മയുണ്ടാവും. അതേസരം മനുഷ്യരോടുള്ള ബാധ്യതകളെപ്പറ്റി അയാളുടെ ഓർമ്മ വളരെ കുറവായിരിക്കും. ഇത് ഇന്ന് ഒരു ദുരന്തമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ദീനിനെ പറ്റി ആളുകൾക്ക് മതിപ്പ് നഷ്ടപ്പെടുന്നത്? പഴയ കാലത്ത് നമ്മുടെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് മതിപ്പ് വർദ്ധിച്ചത് എങ്ങനെയാണ്? പണ്ടുകാലത്ത് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായത് എങ്ങനെയാണ്? ഇസ്ലാമിന്റെ ഇതുപോലുള്ള മാനസികമായ മൂല്യങ്ങൾ കണ്ടുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ നിന്ന് നമസ്കരിക്കുന്നത് കണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. അതേസരം നിങ്ങളുടെ സുന്ദരമായ ഒരു സ്വഭാവം കണ്ട്, ഒരു മൂല്യം കണ്ട്, നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഉത്കൃഷ്ടമായ ഒരു സ്വഭാവം കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് വന്നേക്കാം. അപ്പോ പണ്ടുകാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത മാത്രമല്ല, മനുഷ്യരോടുമുള്ള ബാധ്യതയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത് നമ്മുടെ പഴയ കാലത്ത് മുസ്ലിങ്ങൾ മുറുകെ പിടിച്ചതിന്റെ ലക്ഷണങ്ങളാണ് നേരത്തെ നാം പറഞ്ഞ വഖഫിന്റെ രീതികൾ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിങ്ങനെ ആരെങ്കിലും വഖഫ് ചെയ്യുന്നുണ്ടോ? ഇന്ന് ആളുകൾ വഖഫ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. ആളുകൾ സദഖ ചെയ്യുന്നുണ്ട്, സക്കാത്ത് ചെയ്യുന്നുണ്ട്. വഖഫ് എന്ന് പറയുന്ന ഒരു ഗുണം ഇന്ന് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മരണാനന്തരവും എനിക്ക് ഉപകരിക്കുന്ന എന്റെ പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപകരിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്ക് ഉപകരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ എന്റെ പണം ചിലവഴിക്കണം എന്ന് വിചാരിച്ച് മരിച്ചാലും കാലാകാലവും ലോകാവസാനം വരെ അതിന്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ വഖഫ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. ഈ കാലഘട്ടത്തിൽ വഖഫുകൾ കൊണ്ടാണ് ലോകത്ത് പല ഇസ്ലാമിക സ്ഥാപനങ്ങളും ഇന്ന് നിലനിൽക്കുന്നത്.
പഴയ കാലത്തെ ആളുകൾ നൽകിയ വഖഫ്. അപ്പോ ഈ വഖഫുകളുടെ കൂട്ടത്തിൽ തന്നെ, വഖഫ് നൽകുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പള്ളിക്ക് വഖഫ് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ സ്ഥാപനത്തിന് വഖഫ് ചെയ്യുന്നവരുണ്ടാകാം. ഒരു മനുഷ്യന്റെ ആശുപത്രിയിലെ ചികിത്സക്ക് വഖഫ്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു അനാഥയുടെ കാര്യത്തിന് വേണ്ടി വഖഫ്, വിധവകൾക്ക് വേണ്ടിയുള്ള വഖഫ്, അനാഥകൾക്ക് വേണ്ടിയുള്ള വഖഫ്, ദരിദ്രന്മാർക്ക് വേണ്ടിയുള്ള വഖഫ്, രോഗികൾക്ക് വേണ്ടിയുള്ള വഖഫ്, ഇങ്ങനെയൊക്കെയുള്ള വഖഫുകൾ ഇന്ന് ആരാണ് വഖഫ് ചെയ്യുന്നത്? അപ്പോ ആളുകളുടെ ധാരണ ഇങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള കാര്യങ്ങളെക്കാളൊക്കെ പ്രാധാന്യം മറ്റതിനാണ്. മറ്റതുണ്ടായാൽ പിന്നെ ഇതൊന്നും വേണ്ട എന്നതാണ്. അതുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദീനിന്റെ ഈ പ്രത്യക്ഷമായ ചിഹ്നങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകൾ മനുഷ്യരോട് പെരുമാറുന്ന കാര്യത്തിൽ വളരെ പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ്. ഇത് പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ദീനില്ലാത്ത ആളുകൾ മനുഷ്യരോട് പെരുമാറുന്നതിൽ ഒന്നാം സ്ഥാനത്ത് വരികയും ദീനുള്ള ആളുകൾ മനുഷ്യരോട് പെരുമാറുന്നതിൽ പിന്നാക്കം പോവുകയും ചെയ്യുക. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണിത്. മറിച്ചായിരുന്നു സംഭവിക്കേണ്ടത്. നന്നായി നമസ്കരിക്കുന്നവൻ ഏറ്റവും നന്നായി മനുഷ്യനോട് കരുണ കാണിക്കുന്നവനാവുക, നന്നായി നോമ്പ് പിടിക്കുന്നവൻ കൈയഴിച്ച് മനുഷ്യനെ സഹായിക്കുന്നവനാവുക എന്ന് വരുന്നതിന് പകരം ഒരു നമസ്കാരക്കാരനാണ്, നല്ല നമസ്കാരക്കാരനാണ്, പക്ഷേ ഒരറിയപ്പെട്ട നാട്ടിലെ പിശുക്കനാണ്, അയാൾ വളരെ നോമ്പുകാരനാണ്, പക്ഷേ കുടുംബത്തോട് വളരെ വൃത്തികെട്ട വിധത്തിൽ പെരുമാറുന്നവനാണ്. ഇങ്ങനെ ഇത് രണ്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് വായിക്കാൻ കഴിയാതെ വരിക. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് സംയോജിപ്പിക്കേണ്ടത്? ഒരാൾ വലിയ ദൈവഭക്തനാവുക, എന്നാൽ വളരെ മോശമായി പെരുമാറുക, അള്ളാഹുവിനോട് നന്നായി പെരുമാറുക, മനുഷ്യനോട് മോശമായി പെരുമാറുക. അതേസമയം ഒരാൾ അള്ളാഹുവിനോട് വളരെ മോശമായി പെരുമാറുക, മനുഷ്യനോട് നന്നായി പെരുമാറുക. ഇതോടുകൂടി ദീനിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ മതിപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇസ്ലാം. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നന്നേ കവിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ചില ബാധ്യതകൾ നിർവഹിക്കുന്ന ഒരു ഏർപ്പാടാണ്. മനുഷ്യരോട് എത്ര കരുണയില്ലാതെ, ഒരു മനുഷ്യപ്പറ്റില്ലാതെ, ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പെരുമാറിയാൽ അതൊന്നും ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല എന്ന ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ വന്നുകൂടുകയും അങ്ങനെ നമ്മുടെ ദീനിനെ സംബന്ധിച്ച് തന്നെ ജനങ്ങൾക്ക് മതിപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദീൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അള്ളാഹുവിനോടുള്ള ബാധ്യതകളെക്കാൾ അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതകൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു ദീനാണ് ഇസ്ലാം. ഇതല്ലാതെ അള്ളാഹുവിനെ നിങ്ങളുടെ ഇബാദത്ത് നിങ്ങളെ കൊണ്ട് കുറെ സുജൂദ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് കുറെ നിർത്തുക, നിങ്ങളെ കൊണ്ട് കുറെ ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് കുറെ നോമ്പ് ഭക്ഷണം തരാതെ പട്ടിണിക്കിടുക, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗം ഒരു തളികയിൽ വെച്ച് നൽകുക. ഇത് ഇങ്ങനെയുള്ള ഒരു വിഡ്ഢിത്തമല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നല്ല മോഡലുകളെ, മാതൃകായോഗ്യരായ അള്ളാഹുവിന്റെ സൃഷ്ടികളെ, അള്ളാഹുവിന്റെ ഖലീഫമാരെ സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിൽ അത് ഭംഗിയായി അനുഷ്ഠിച്ച്, ദുനിയാവിൽ അത് ജനങ്ങൾക്ക് ഉപകരിച്ച്, ലോകത്തിന് ഗുണകരമായി ഈ ദീനിനെ ഭൂമിയിൽ സ്ഥാപിച്ചു വരുന്നവർക്കാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മഠങ്ങളിൽ, പള്ളിമൂലകളിൽ, അല്ലെങ്കിൽ റൂമുകളിൽ വാതിലടച്ച് അള്ളാഹുവുമായി സ്വകാര്യമായി നടത്തുന്ന ഒരു ഏർപ്പാട്, അങ്ങനെ സ്വർഗത്തിലേക്ക്, ഭൂമി തൊടാതെ സ്വർഗത്തിലേക്ക് എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. ഇത് ഭൂമിയിലൂടെ, ജനങ്ങളിലൂടെ, ജനങ്ങളുമായുള്ള സാവർത്തിത്വത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ എത്തിപ്പെടേണ്ട ഒരു സംഗതിയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത, ലോകത്തിൽ നിന്ന് പറിച്ചെടുത്ത, മനുഷ്യരോടുള്ള പെരുമാറ്റവുമായി ബന്ധമില്ലാത്ത, കാരുണ്യവും ക്രൂരതയുമായി ഒരു ബന്ധവുമില്ലാത്ത, ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ദീൻ, അങ്ങനെയുള്ള ഒരു ദീനല്ല ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രതിഫലിച്ചു നിൽക്കേണ്ട ഒരു സംഗതിയാണ് എന്നതിനാൽ ഈ വിഷയത്തിലും മനുഷ്യരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ കരുണ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗുണത്തെ നമ്മൾ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലുള്ള കരുണാമയനായ, കാരുണ്യമായി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ജനങ്ങളോട് എത്രമാത്രം കരുണ കാണിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ഒരു വലിയ വിശാല ഹൃദയനായി, വലിയ ഒരു തുറന്ന മനസ്സുമായി, വലിയ ഉദാരമതിയായി, ഔദാര്യബോധത്തോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി, കാരുണ്യത്തോടുകൂടി, അനുകമ്പയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിനയത്തോടുകൂടി ഒക്കെയാണോ നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ടവരോടും, നമ്മുടെ നാട്ടുകാരോടും, നമ്മുടെ കുടുംബക്കാരോടും, അയൽവാസികളോടും, അന്യമതസ്ഥരോടും
നമ്മെ ചുറ്റിപ്പറ്റിയുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൃഗങ്ങളോടും നമ്മുടെ പക്ഷികളോടും നമ്മുടെ സസ്യലതാദികളോടും വർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഇതൊക്കെ നമ്മുടെ സഹജീവികളാണ്. മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഈ പ്രകൃതി മുഴുവനും നമ്മുടെ സഹജീവികളാണ്. ഈ സഹജീവികളോട് ഇങ്ങനെയുള്ള ഒരു അനുകമ്പയോടുകൂടിയുള്ള സഹവർത്തിത്വമാണോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതല്ല വളരെ ക്രൂരമായി ഒരു മനുഷ്യപ്പറ്റുമില്ലാതെ ദയാദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റമാണോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മല്ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയില്ല. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുഷ്ഠിച്ച് അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ